ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു എൽഡറാഡോ ടെക്കി. എൽഡറാഡോ ടെക്കി എന്ന് പറയുന്ന ചാനലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഞാനിന്ന് ക്രിയേറ്റ് ചെയ്യാൻ പോകുന്നത് പുഷ്പ 2 എന്ന് പറയുന്ന സിനിമയുടെ ട്രെയിലർ റിയാക്റ്റ് ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്. ഇതുവരെ ഞാൻ ഒരു റിയാക്ഷൻ വീഡിയോസൊന്നും ഞാൻ ഇതുവരെ ചെയ്തിട്ടില്ല. നമുക്കറിയാം, ഇതുവരെ നിങ്ങളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് മുഴുവൻ ഓഡിയോയിലൂടെ മാത്രമാണ്. അപ്പോൾ ആദ്യമായിട്ടാണ് ഒരു ട്രെയിലർ റിയാക്ഷൻ വീഡിയോയുമായി ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് വരുന്നത്. അപ്പോൾ നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക. ഈ ചാനലിൽ വളരെ അധികം സബ്സ്ക്രൈബേഴ്സൊന്നുമില്ല, വളരെ തുച്ഛമായ സബ്സ്ക്രൈബേഴ്സ് മാത്രമേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾ ദയവായി സബ്സ്ക്രൈബ് ചെയ്ത് ഈ ചാനൽ സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ സപ്പോർട്ടാണ് മുന്നോട്ടുള്ള വീഡിയോകൾ ചെയ്യാനുള്ള ഒരു പ്രചോദനം. വലിച്ചു കിട്ടുന്നില്ല, ട്രെയിലറിലോട്ട് പോവാം. പുഷ്പ 2 ദ റൂൾ എന്ന് പറഞ്ഞ സിനിമയുടെ തമിഴ് ട്രെയിലറാണ് ഞാൻ റിയാക്റ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഞാൻ തമിഴിലായിരിക്കും മൂവി കാണാൻ പോകുന്നത്. തമിഴാണ് എനിക്ക് കുറച്ചും കൂടി എന്താ പറയുക, കാര്യങ്ങളൊക്കെ മനസ്സിലാകാനും അത് കറക്റ്റായിട്ട് ഫീൽ ചെയ്യാനും മനസ്സിലാകുന്നത് എനിക്ക് തമിഴിലാണ് കൂടുതലായിട്ട്. അപ്പോൾ അതുകൊണ്ട് ഞാൻ തമിഴിലായിരിക്കും മൂവി കാണുന്നത്. അതുകൊണ്ട് തമിഴ് ട്രെയിലറാണ് ഞാൻ വാച്ച് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ട്രെയിലറിലേക്ക് പോവാം. ഓക്കെ, ആന പണത്ത് മേലെ മതിപ്പില്ല. സ്കിൽസൊക്കെ അടിപൊളിയായിട്ടുണ്ട്. ഇവ ആൾ മനസ്സിൽ ഏതോ പണിയിരിക്കുക. पुष्प 2.5 अक्षर, नाम छोटा है लेकिन साउंड बहुत बड़ा. അല്ലു അർജുൻ ഐക്കൺ സ്റ്റാർ പോലീസ് സ്റ്റേഷൻ. പുഷ്പங்கிறது ഇത് നമ്മുടെ പുഷ്പ ബ്രാൻഡ് നമ്മൾ റോക്കി ബായി ഒക്കെ നമുക്ക് ഓർമ്മ വരുന്നത്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ DSP பொண்டாட்டி பெற்ற புருஷன் கேட்டா என்னாகும்னு இந்த உலகம் பார்க்கும். ഓ, ഫഹദിന്റെ ഇൻട്രോ. പാർട്ടി ഇருக்கு പുഷ്പ, പാർട്ടി ഇருக்கு. മൊത്തം വയലൻസ് ആട്ടോ ഈ സിനിമ. പിന്നെ നമ്മൾ ലോജിക്കായിട്ടൊന്നും പോയിട്ട് കാര്യമില്ല. அவனுக்கு வர வேண்டிய பைசா ஆனாலும் ஆனாலும் 7 மலைக்கு மேல இருந்தாலும் 7 கடலை தாண்டி இருந்தாலும் സീനൊക്കെ പൊളി കേട്ടോ. പുഷ്പ കാസാവനോട് ഓരോ ഫ്രെയിമും നല്ല രീതിയിൽ എക്സ്പെൻസ് ചിലവാക്കിയതായിട്ട് നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. പുഷ്പ നാഷണൽ ലഞ്ചിയാ സുകുമാർ ഫിലിം ഇന്റർനാഷണൽ. ഫയർ തന്നെ. Wild fire. ഓക്കെ, ഡിസംബർ 5. അപ്പോൾ ഈ മൂവി ഡിസംബർ 5 വേൾഡ് വൈഡായിട്ട് ബ്ലാസ്റ്റ് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ എല്ലാവരും ഈ മൂവി തിയേറ്ററിൽ പോയിട്ട് മസ്റ്റായിട്ട് വാച്ച് ചെയ്യുക. അത് ഒരു എക്സ്പീരിയൻസ് ആയിരിക്കും. പിന്നെ നമ്മൾ ലോജിക്കൊന്നും നോക്കരുത്. കഴിഞ്ഞ സിനിമയിൽ ലോജിക്കലായിട്ടുള്ള കുറച്ച് ഭാഗങ്ങളൊക്കെ ലോജിക്കലായിട്ട് നമുക്ക് കുറച്ച് എന്താ പറയുക, ഇടി അതുപോലത്തുള്ള കാര്യങ്ങളിലൊക്കെ എക്സാജറേറ്റ് ചെയ്ത് കാണിക്കും. അത് അവരുടെ ഒരു സ്റ്റൈലാണ്, അവരുടെ സ്വാഗ് എങ്ങനെയാണ്, അല്ലു അർജുൻ്റെ സ്വാഗ് എങ്ങനെയാണ് നമുക്ക് അറിയാവുന്നതാണ്. അപ്പോൾ ലോജിക്കൊന്നും നമ്മൾ മൊത്തം ഒരു ഇടിച്ച് കഴിഞ്ഞാൽ എന്തോരം പോകും, അത്തരത്തിലുള്ള ലോജിക്കൊന്നും നോക്കാതെ നമ്മൾ കൂളായിട്ട് നമ്മൾ ചില്ല് ചെയ്യുക എന്നുള്ളൊരു വൈബിൽ പോയി കഴിഞ്ഞ് സിനിമ കണ്ടു കഴിഞ്ഞാൽ നന്നായിരിക്കും. എന്തായാലും ഈ സിനിമ ഞാൻ എന്തായാലും വാച്ച് ചെയ്യും. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് പുഷ്പ ഫസ്റ്റ് പാർട്ട് ഭയങ്കര അധികം ഇഷ്ടമായിട്ടുള്ളൊരു മൂവിയായിരുന്നു. എനിക്ക് വർക്കൗട്ടായി ആ മൂവി നല്ല രീതിയിൽ. അപ്പോൾ പുഷ്പ 2 എന്തായാലും ഞാൻ ഫാമിലിയായിട്ട് തന്നെ പോയി വാച്ച് ചെയ്യും. അപ്പോൾ ഈ
മൂവിക്ക് വേണ്ടിയിട്ട് ഞാൻ കട്ട വെയിറ്റിംഗ് ആണ്. നമുക്ക് നോക്കാം എങ്ങനെ ഉണ്ടായിരിക്കും ഈ മൂവി എന്നുള്ളത്. അപ്പോൾ ഓൾമോസ്റ്റ് നല്ല രീതിയിൽ എക്സ്പെൻസ് പിടിച്ചിട്ടുണ്ട്. എന്തായാലും ഒരു 1 or 2 വീക്സിൻ്റെ ഉള്ളിൽ റെക്കോർഡ് ബ്രേക്കിംഗ് തന്നെയായിരിക്കും ഇതിൻ്റെ കളക്ഷൻ എന്ന് പറയുന്നത്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അല്ലു അർജുൻ എന്നുള്ള ബ്രാൻഡ് തന്നെയാണ് അതിൻ്റെ മെയിൻ കാരണം. പിന്നെ നമ്മുടെ ഫഫ എടുത്തു പറയേണ്ടതാണ്. കഴിഞ്ഞ പ്രാവശ്യത്തിൽ വളരെയധികം അതിൻ്റെ ആ ഓപ്പോണൻറ്റ് ആ വില്ലനിസം ആ കറക്റ്റ് ആ മൂവിയിലാണ് നമുക്കത് കാണാൻ കഴിയും. അല്ലു അർജുൻ്റെ ആ പുഷ്പ എന്നുള്ള ക്യാരക്ടറിന് കൂടെ പിടിച്ചു നിൽക്കാൻ പറ്റിയ ക്യാരക്ടറാണ് ഫഹദ് ഫാസിൽ. അപ്പോൾ ഈ സിനിമയിൽ എന്തായാലും ഫഹദ് ഫാസിന് കുറച്ചും കൂടിയും, അതായത് കഴിഞ്ഞ മൂവിയിലായിട്ടും ലാസ്റ്റ് പോർഷനിലേക്കൊക്കെ വന്നപ്പോഴായിരുന്നു ഫഹദ് ഫാസിൽ നമ്മുടെ ഈ സിനിമയിൽ ഇൻട്രാക്ട് ചെയ്യാനായിട്ട് വന്നിട്ടുള്ളത്. ഒരു ലാസ്റ്റ് ഭാഗത്താണ് വന്നിട്ടുള്ളത്. ഈ സിനിമയിൽ മുഴുനീളൻ ഫഹദ് ഫാസിൽ മരണമാസമായിരിക്കും എന്നാണ് എനിക്ക് ഫീൽ ആയിട്ടുള്ളത്. അപ്പോൾ എന്തായാലും നിങ്ങൾ ഈ സിനിമ തിയേറ്ററിൽ പോയിട്ട് കാണുക, വാച്ച് ചെയ്യുക, മസ്റ്റ് വാച്ചാണ്, മിസ് ചെയ്ത് കളയണ്ട. അപ്പോൾ എനിക്ക് വേറെ ഒന്നും പറഞ്ഞില്ല. അപ്പോൾ അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. ഇനിയും ഞാൻ ഇതുപോലുള്ള ലൈവ് വീഡിയോസ് ഇറക്കും. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റുകളായിട്ട് എഴുതി അറിയിക്കുക. അപ്പോൾ വീണ്ടും കാണും വരെ സ്റ്റേ ട്യൂൺഡ്. ബൈ.